ഗുജറാത്തിലെ കച്ചിൽ 18-കാരി 540 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ വീണു. ഇന്നലെയാണ് പെൺകുട്ടി വീണത്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഈ അടുത്തയിടെയായി നമ്മൾ പലയിടങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കച്ചിൽ നിന്നുള്ള വിവരം എന്താണ്? ഒരാശങ്കയുടെ സാഹചര്യം നിലവിലുണ്ടോ? അനുജ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജസ്ഥാനിൽ ഒരു 3 വയസ്സുകാരി കുഴൽക്കിണർ വീഴുകയും പിന്നീട് അവരെ രക്ഷിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു സമാനമായ സംഭവമാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ളത്. ഈ ഭുജ് താലൂക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെയുള്ള ഒരു കന്തരായ് എന്നൊരു ഗ്രാമത്തിലാണ് ഏതാണ്ട് 540 അടി താഴ്ചയുള്ള കുഴൽക്കിണറാണ്. ഇപ്പോൾ ഈ 18-കാരി ഉള്ളത് 490 അടി താഴ്ചയിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെ ഏതാണ്ട് 5:30ക്കും 6 മണിക്കും ഇടയിലാണ് പെൺകുട്ടി ഇങ്ങനെ കുഴൽക്കിണറിലേക്ക് വീഴുന്നത്. ആദ്യം വീട്ടുകാർ വന്ന് ഈ വിവരം പോലീസിനെയൊക്കെ അറിയിക്കുമ്പോൾ പോലും അവരൊക്കെ ആദ്യഘട്ടത്തിൽ സംശയിച്ചു, ഇത്ര പ്രായമുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ കുഴൽക്കിണറിൽ അബദ്ധത്തിൽ വീഴുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വലിയ സംശയങ്ങൾ തോന്നി. ഏതായാലും പിന്നീട് ക്യാമറ എത്തിച്ച് അകത്തേക്ക് ക്യാമറ ഉള്ളിലേക്ക് എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി അതിനകത്തുണ്ട് എന്ന് മനസ്സിലായത്. പിന്നീട് ആ പെൺകുട്ടി ബോധരഹിതയായി മാറുകയും ചെയ്തു. ഓക്സിജൻ സപ്പോർട്ട് ഇപ്പോൾ നൽകുന്നുണ്ട്. NDRFിൻ്റെയും കരസേനയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാദൗത്യം നടക്കുന്നതും. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആകെ ഒരു ദുരൂഹത ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് പെൺകുട്ടി ഇങ്ങനെ വീണത് എന്ന കാര്യത്തിൽ പല സംശയങ്ങളും പോലീസിനുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് തലേന്ന് രാത്രി പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായി ഫോണിൽ സംസാരിക്കുകയും വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ മനഃപൂർവ്വം എടുത്തു ചാടിയതാണോ, അബദ്ധത്തിൽ വീണതാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യത്തിൽ തന്നെയാണ് പ്രാധാന്യം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അനുജ, അതാണ് കച്ചിൽ 540 അടി താഴ്ചയുള്ള കുഴൽക്കിണറിലേക്കാണ് 18-കാരി വീണത്. അത് വീണതാണോ ചാടിയതാണോ എന്നതിലൊരു ദുരൂഹതയുണ്ട്.